നാലാം ദശകം ഒന്നാം ശ്ലോകം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ശ്ലോകം വിസ്തരിക്കുമ്പോൾ മമ താവതീം കല്യതാം കുരുഷ്വ യയാ ഭവദുപാസനം കല്യത്തെ. മമ താവതീം കല്യതാം കുരുഷ്വ യയാ ഭവദുപാസനം കല്യത്തെ. ഗുരുവായൂരപ്പ, ഭട്ടതിരിപ്പാടിൻ്റെ സമർത്ഥമായ പ്രാർത്ഥന. എന്താണ്? ഗുരുവായൂരപ്പ, എനിക്ക് അത്രമാത്രം ആരോഗ്യം നൽകണേ. യാതൊരു ആരോഗ്യം കൊണ്ട് അങ്ങയെ ഉപാസിക്കാൻ കഴിയും. നല്ല സമർത്ഥമായൊരു പ്രാർത്ഥന. മമ താവതീം കല്യതാം കുരുഷ്വ യയാ ഭവദുപാസനം കല്യത്തെ. ഗുരുവായൂരപ്പ, എനിക്ക് അത്രമാത്രം ആരോഗ്യം നൽകണേ. യാതൊരു ആരോഗ്യം കൊണ്ട് അങ്ങയെ ഉപാസിക്കാൻ കഴിയും. പെട്ടെന്ന് കേട്ടാൽ കുറച്ചാണ് എന്ന് തോന്നും. പക്ഷേ ഗുരുവായൂരപ്പ, അങ്ങയെ ഉപാസിക്കണമെങ്കിൽ നല്ല ആരോഗ്യം തന്നെ വേണം. മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ ശരീരത്തിന് നല്ല ആരോഗ്യം കൂടിയേ കഴിയൂ. പിന്നെ പറയണു, പുഷ്ടയാ അഷ്ടവിധ യോഗചര്യയാ എന്നാണ്. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ എന്ന് പറയുമ്പോൾ ഭക്തിയോഗത്തിൻ്റെ ഭാഗമായ 8 യോഗമാർഗങ്ങൾ എന്നാണ്. അഷ്ടവിധയോഗചര്യ എന്നൊക്കെ പറയുമ്പോൾ ഭക്തിയോഗത്തിൻ്റെ ഭാഗമായ 8 യോഗമാർഗങ്ങൾ. അപ്പോൾ പുഷ്ടയ അഷ്ടവിധയോഗചര്യയ ഭക്തിയോഗത്തിൻ്റെ ഭാഗമായ 8 യോഗമാർഗങ്ങൾ വഴി പോലെ അനുഷ്ഠിച്ച്. പുഷ്ടയ അഷ്ടവിധയോഗചര്യയ എന്ന് പറയുമ്പോൾ ഭക്തിയോഗത്തിൻ്റെ ഭാഗമായ 8 യോഗമാർഗങ്ങളെ വഴി പോലെ അനുഷ്ഠിച്ച് ആശു തവ തുഷ്ടിമാപ്നുയാം. ആശു തവ തുഷ്ടിം ആപ്നുയാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പ, അങ്ങയുടെ സന്തോഷത്തെ ഞാൻ പ്രാപിക്കും. അപ്പോൾ പുഷ്ടയ അഷ്ടവിധയോഗചര്യയ ആശു തവ തുഷ്ടിം ആപ്നുയാം. ഗുരുവായൂരപ്പ, ഭക്തിയോഗത്തിൻ്റെ ഭാഗമായ 8 യോഗമാർഗങ്ങൾ വഴി പോലെ അനുഷ്ഠിച്ച് ആശു തവ തുഷ്ടിം ആപ്നുയാം, പെട്ടെന്ന് തന്നെ അങ്ങയുടെ സന്തോഷത്തെ ഞാൻ പ്രാപിക്കും. അതായത് ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ പ്രീതിപ്പെടുത്തും. സ്പഷ്ടം, തീർച്ച. ബ്രഹ്മചര്യദൃഢതാദിഭിറിയമൈ ആപ്ലവാദിനിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. നാലാം ദശകം
രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. വിസ്തരിക്കുമ്പോൾ, ഗുരുവായൂരപ്പ, അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ, അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം നൽകണേ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ ബ്രഹ്മചര്യദൃഢതാദിഭി യമൈഹി എന്ന് പറയണം ശ്ലോകത്തിൽ. ബ്രഹ്മചര്യദൃഢതാദിഭി യമൈഹി എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിലുള്ള ഉറപ്പ് തുടങ്ങിയ യമങ്ങളെ കൊണ്ടും എന്നാണ്. യമം എന്ന് പറയുമ്പോൾ വേറെയും കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു ബ്രഹ്മചര്യദൃഢതാദിഭി യമൈഹി, ബ്രഹ്മചര്യത്തിലുള്ള ഉറപ്പ് തുടങ്ങിയ യമങ്ങളെ കൊണ്ടും എന്നാണ്. പിന്നെ പറയണു ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ ആണ്. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈ ആപ്ലവാദി നിയമൈശ്ച പാവിത എന്ന് പറയുമ്പോൾ സ്നാനം, ശൗചം തുടങ്ങിയ നിയമങ്ങളെ കൊണ്ടും ആണ്. പാവിതാഹ എന്ന് പറയുമ്പോൾ പരിശുദ്ധരാക്കപ്പെട്ടവരായിട്ട് എന്നാണ്. അപ്പോൾ ബ്രഹ്മചര്യദൃഢതാദിഭി യമൈഹി ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിലുള്ള ഉറപ്പ് തുടങ്ങിയ യമങ്ങളെ കൊണ്ടും ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ സ്നാനം, ശൗചം തുടങ്ങിയ നിയമങ്ങളെ കൊണ്ടും പാവിതാഹ പരിശുദ്ധരാക്കപ്പെട്ടവരായിട്ട് ഭവത്പരാഹ എന്ന് പറയണു ശ്ലോകത്തിൽ. ഗുരുവായൂരപ്പ, അങ്ങയിൽ നല്ല താല്പര്യമുള്ളവരായിട്ട്, ഭവത്പരാഹ അങ്ങയിൽ നല്ല താല്പര്യമുള്ളവരായിട്ട് പങ്കജാദ്യം സുഖാസനം അപി വാ ദൃഢം കുർമഹേ, പങ്കജാദ്യം സുഖാസനം അപി വാ ദൃഢം കുർമഹേ എന്ന് പറയുമ്പോൾ പത്മാസനം തുടങ്ങിയ സുഖാസനങ്ങളെ പരിശീലിച്ച് ഉറപ്പിക്കുന്നതാണ്. പങ്കജാദ്യം സുഖാസനം അപി വാ ദൃഢം കുർമഹേ എന്ന് പറയുമ്പോൾ പത്മാസനം തുടങ്ങിയ സുഖാസനങ്ങളെ പരിശീലിച്ച് ഉറപ്പിക്കുന്നതാണ്. അഷ്ടവിധ യോഗചര്യയ എന്ന 1-ാം ശ്ലോകത്തിൽ പറഞ്ഞു. യമം, നിയമം തുടങ്ങി 8 യോഗാംഗങ്ങൾ ഭക്തിയോഗത്തിന് സഹായമാണ്. ഇപ്പോൾ യമം, നിയമം, ആസനം എന്നീ 3 യോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞു കഴിഞ്ഞത്. ഒന്നുകൂടി പറയാം. ഗുരുവായൂരപ്പ, അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ ബ്രഹ്മചര്യദൃഢതാദിഭി യമൈഹി ബ്രഹ്മചര്യത്തിലുള്ള ഉറപ്പ് തുടങ്ങിയ യമങ്ങളെ കൊണ്ടും ആപ്ലവാദി നിയമൈഹി ച പാവിതാഹ സ്നാനം, ശൗചം തുടങ്ങിയ നിയമങ്ങളെ കൊണ്ടും പരിശുദ്ധരാക്കപ്പെട്ടവരായിട്ട് ഭവത്പരാഹ ഗുരുവായൂരപ്പ അങ്ങയിൽ നല്ല താല്പര്യമുള്ളവരായിട്ട് പങ്കജാദ്യം സുഖാസനം അപി വാ ദൃഢം കുർമഹേ പങ്കജാദ്യം സുഖാസനം അപി വാ ദൃഢം കുർമഹേ എന്നാണ്. പത്മാസനം തുടങ്ങിയ സുഖാസനങ്ങളെ പരിശീലിച്ച് ഉറപ്പിക്കുന്നതാണ്. അഷ്ടവിധ യോഗചര്യയ എന്ന് 1-ാം ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ. യമം, നിയമം തുടങ്ങി അല്ലെങ്കിൽ യമം, നിയമം മുതലായ 8 യോഗ അംഗങ്ങൾ ഭക്തിയോഗത്തിന് സഹായമാണ്. ഇപ്പോൾ
യമം, നിയമം, ആസനം എന്നീ 3 യോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. 4-ാം ദശകം 3-ാം ശ്ലോകം. അന്ത താരം സന്തതം അനുചിന്യ എന്ന് പറയുന്ന ശ്ലോകത്തിൽ അന്ത താരം സന്തതം അനുചിന്യ, അതായത് ഉള്ളിൽ എല്ലായ്പ്പോഴും പ്രണവമന്ത്രത്തെ ധ്യാനിച്ച് അല്ലെങ്കിൽ പ്രണവമന്ത്രത്തെ ഉച്ചരിച്ച് എന്നാണ്. അന്ത താരം സന്തതം അനുചിന്യ, ഉള്ളിൽ എല്ലായ്പ്പോഴും പ്രണവമന്ത്രത്തെ ഉച്ചരിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ച് എന്നാണ്. പിന്നെ പറയണു പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ, ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച്, അതായത് പ്രാണായാമം പ്രണവമന്ത്രത്തോടു കൂടി ശ്വാസനിയന്ത്രണം അഭ്യസിച്ച് എന്നാണ്. അതാണ് പ്രാണായാമം. പ്രാണായാമം എന്ന് പറയുന്നത് എന്താണ്? പ്രണവമന്ത്രത്തോടു കൂടിയ ശ്വാസനിയന്ത്രണം, അത് അഭ്യസിച്ച് എന്നാണ്. അതാണ് പ്രാണവായും അഭിയമ്യ എന്ന് പറയണത്. പ്രാണായാമം അതായത് പ്രണവമന്ത്രത്തോട് കൂടിയ ശ്വാസനിയന്ത്രണം, അത് അഭ്യസിക്കുക, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാം. അതിനുശേഷം ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ എന്ന് പറയണു. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് ആണ്. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച്. ഭവതുപാസനോന്മുഖാഃ ആസ്മഹേ പറയുന്നു ശ്ലോകത്തിൽ. ഗുരുവായൂരപ്പ, അങ്ങയെ ഉപാസിക്കുന്നതിൽ താല്പര്യമുള്ളവരായി ഞങ്ങൾ ഇരിക്കാം എന്നാണ്. ഭവതുപാസനോന്മുഖാഃ ആസ്മഹേ, ഗുരുവായൂരപ്പ, അങ്ങയെ ഉപാസിക്കുന്നതിൽ താല്പര്യമുള്ളവരായി ഞങ്ങൾ ഇരിക്കാം. അപ്പോൾ അന്ത താരം സന്തതം അനുചിന്യ, ഉള്ളിൽ എല്ലായ്പ്പോഴും പ്രണവമന്ത്രത്തെ ഉച്ചരിച്ച് പ്രാണവായും അഭിയമ്യ എന്ന് പറയുമ്പോൾ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച് പ്രണവമന്ത്രത്തോട് കൂടിയ ശ്വാസനിയന്ത്രണം, അതാണ് പ്രാണായാമം, അത് അഭ്യസിച്ച് എന്നാണ്. പ്രണവമന്ത്രത്തോടു കൂടി ശ്വാസനിയന്ത്രണം അഭ്യസിച്ച്, അതായത് പ്രാണായാമം അഭ്യസിച്ച്. അതിനുശേഷം ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, 10 ഇന്ദ്രിയങ്ങളെയും അതാത് വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് ആണ്. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, 10 ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിൽ നിന്നും നിയന്ത്രിച്ച്. ഭവതുപാസനോന്മുഖാഃ ആസ്മഹേ, ഗുരുവായൂരപ്പ, അങ്ങയെ ഉപാസിക്കുന്നതിൽ താല്പര്യമുള്ളവരായി
ഞങ്ങൾ ഇരിക്കാം. ഈ 8 യോഗചര്യകളെന്ന് ആദ്യം പറഞ്ഞു. അഷ്ടവിധ യോഗചര്യയാന്നൊക്കെ. ആ 8 യോഗചര്യകളെ പറ്റിയാണ് പറയണത്. അതിലിപ്പോൾ 5 പറഞ്ഞു കഴിഞ്ഞു. അതാണ് 8 യോഗചര്യകൾ എന്തൊക്കെയാണ്? യമം, നിയമം, ആസനം. 3 ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നെ 2 പ്രാണായാമം, പ്രത്യാഹാരം. അത് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ധാരണ, അതിനുശേഷം ധ്യാനം, സമാധി. ഇതൊക്കെയാണ് 8 യോഗചര്യകൾ. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണം മുഹുമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിചിന്തകാ. തേ അസ്ഫുടേവ പുഷി പ്രയത്നതഃ ധിഷണാം മുഹുമുഹു ധാരയേമ. ശ്ലോകത്തിൽ പറയണു. തേ അസ്ഫുടേവ പുഷി പ്രയത്നതഃ ധിഷണാം മുഹുമുഹു ധാരയേമ എന്നാണ്. ഗുരുവായൂരപ്പ തേ അസ്ഫുടേവ പുഷി എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂരപ്പ വ്യക്തമല്ലാത്ത അങ്ങയുടെ രൂപത്തിൽ എന്നാണ്. തേ അസ്ഫുടേവ പുഷി, ഗുരുവായൂരപ്പ വ്യക്തമല്ലാത്ത അങ്ങയുടെ രൂപത്തിൽ പ്രയത്നതഃ ധിഷണാം മുഹുമുഹു ധാരയേമ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ബുദ്ധിയെ വീണ്ടും വീണ്ടും ധരിക്കുമാറാകണം. തേ അസ്ഫുടേവ പുഷി പ്രയത്നതഃ ധിഷണാം മുഹുമുഹു ധാരയേമ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ വ്യക്തമല്ലാത്ത അങ്ങയുടെ രൂപത്തിൽ പ്രയത്നതഃ ധിഷണാം മുഹുമുഹു ധാരയേമ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ബുദ്ധിയെ വീണ്ടും വീണ്ടും ധരിക്കുമാറാകണം. അങ്ങയുടെ രൂപത്തെ മനസ്സിൽ ഓർമ്മിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കണം എന്നാണ്. അപ്പോൾ മുഹു എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും എന്നാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തേന ഭവദംഘ്രിചിന്തകാഃ ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ എന്നാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ എന്നാണ്. ഭവദംഘ്രിചിന്തകാഃ എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ അപ്പോൾ തേന ഭവദംഘ്രിചിന്തകാഃ, അതുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ എന്നാണ്. ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ എന്നാണ്. തേന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ, ഭക്തിയുടെ ആനന്ദത്തെയും ഭക്തി കൊണ്ട് ഉണ്ടാകുന്ന മനോലയത്തെയും ധരിക്കുമാറാകണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഭവദംഘ്രിചിന്തകാഃ ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ,
ഗുരുവായൂരപ്പ, അതുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെയും ഭക്തി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മനോലയത്തെയും ധരിക്കുമാറാകണം. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ, തേ അസ്ഫുടേ വപുഷി പ്രയത്നതാം ധിഷണാം മുഹു മുഹു ധാരയേമ. ഗുരുവായൂരപ്പ, അങ്ങയുടെ വ്യക്തമല്ലാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ബുദ്ധിയെ വീണ്ടും വീണ്ടും ധരിക്കുമാറാകണം. വീണ്ടും വീണ്ടും സ്മരിക്കാൻ ശ്രമിക്കുക ആ സുന്ദര രൂപം. അതാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവും? തേന ഭക്തിരസം അന്തരാർദ്രതാം ഭവദംഘ്രിചിന്തകാഃ ഉദ്വഹേമ. തേന ഭവദംഘ്രിചിന്തകാഃ ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ. എല്ലായ്പ്പോഴും ആ രൂപത്തെ സ്മരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവും? ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളെ എല്ലായ്പ്പോഴും സ്മരിക്കുന്ന ഞങ്ങൾ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെയും ഭക്തി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മനോലയത്തെയും ധരിക്കുമാറാകണം. ധാരണയെ പറ്റിയാണ് ഈ ശ്ലോകം പറഞ്ഞത്. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാ ത്വദാശ്രയാ. നാലാം ദശകത്തിൽ 5-ാം ശ്ലോകമാണ് ചൊല്ലിയത്. വിസ്തരിക്കുന്നതിന് മുമ്പായി പറയട്ടെ, ഭക്തിയോഗത്തെ സഹായിക്കുന്ന 8 വിധ യോഗചര്യകളെപ്പറ്റി 4-ാം ദശകത്തിൽ പറയുന്നു. ബ്രഹ്മചര്യത്തിലുള്ള ഉറപ്പ് മുതലായ യമങ്ങൾ, സ്നാനം, ശൗചം തുടങ്ങിയ നിയമങ്ങൾ, പദ്മാസനം തുടങ്ങിയ ആസനങ്ങൾ, പിന്നെ പ്രണവമന്ത്രത്തോടു കൂടിയ ശ്വാസനിയന്ത്രണം, അതായത് പ്രാണായാമം, പിന്നെ ഇന്ദ്രിയങ്ങളെ അതാത് വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക എന്ന പ്രത്യാഹാരം. പിന്നെ ഗുരുവായൂരപ്പ, അങ്ങയുടെ സുന്ദര വിഗ്രഹത്തെ, അതിമനോഹരമായ അങ്ങയുടെ വിഗ്രഹത്തെ വീണ്ടും വീണ്ടും മനസ്സിൽ സ്മരിക്കുക എന്ന ധാരണ. ഇപ്രകാരം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇപ്രകാരം 6 യോഗ അംഗങ്ങളെപ്പറ്റി നാലാം ദശകത്തിൽ 4 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു. ഇനി 5-ാം ശ്ലോകം, അതാണ് നമ്മൾ ചൊല്ലിയത്. ഇപ്പോൾ 5-ാം ശ്ലോകത്തിൽ 7-ാമത്തെ യോഗചര്യയായ ധ്യാനത്തെ പറ്റി പറയുന്നു. 5-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ, ത്വദാശ്രയാഃ ധ്യാനയോഗനിരതാഃ എന്ന് പറയുന്നു. ഗുരുവായൂരപ്പ, നാരായണീയത്തിൻ്റെ സുഖം അതാണ്. എല്ലാം ഗുരുവായൂരപ്പനോട് സംസാരിക്കുകയാണ്. അപ്പം നല്ലവണ്ണം അർത്ഥം മനസ്സിലായി നമ്മൾ നാരായണീയം വായിക്കുമ്പോൾ ബഹുരസമാണ്. ഇവിടെ പറയണു, ത്വദാശ്രയാഃ ധ്യാനയോഗനിരതാഃ എന്ന്. ഗുരുവായൂരപ്പ,
അങ്ങയെ പരിപൂർണമായി ആശ്രയിച്ചവരും ധ്യാനയോഗത്തിൽ നല്ല താല്പര്യമുള്ളവരും ആയ ഞങ്ങൾ ആണ്. ത്വദാശ്രയാഹ ധ്യാനയോഗനിരതാഹ എന്ന് പറയുമ്പോൾ അങ്ങയെ 100% ആശ്രയിച്ചവരും ധ്യാനയോഗത്തിൽ താല്പര്യമുള്ളവർ, ധ്യാനയോഗനിരത എന്നൊക്കെ പറയുമ്പോൾ ധ്യാനയോഗത്തിൽ താല്പര്യമുള്ളവരും ആയ ഞങ്ങൾ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു എന്ന് പറയുന്നു. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു എന്ന് പറയുമ്പോൾ പരിശീലനം കൊണ്ട് സ്പഷ്ടമായ അവയവങ്ങളോട് കൂടിയതും അതിമനോഹരവും ആയ അങ്ങയുടെ രൂപത്തെ എന്നാണ്. അതാണ്. അപ്പോൾ ത്വദാശ്രയാഹ ധ്യാനയോഗനിരതാഹ, ഗുരുവായൂരപ്പ അങ്ങയെ പരിപൂർണമായി ആശ്രയിച്ചവരും ധ്യാനയോഗത്തിൽ നല്ല താല്പര്യമുള്ളവരുമായ ഞങ്ങൾ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു, പരിശീലനം കൊണ്ട് സ്പഷ്ടമായ അവയവങ്ങളോട് കൂടിയതും അതിമനോഹരവും ആണ്. വിസ്ഫുടാവയവഭേദസുന്ദരം എന്നൊക്കെ പറയുമ്പോൾ സ്പഷ്ടമായ അവയവങ്ങളോട് കൂടിയതും അതിമനോഹരവുമായ അങ്ങയുടെ രൂപത്തെ, ത്വദ്വപു അങ്ങയുടെ രൂപത്തെ, സുചിരശീലനാവശാദ് വളരെ കാലത്തെ പരിശീലനം കൊണ്ട് ആണ്. സുചിരശീലനാവശാദ് വളരെ കാലത്തെ പരിശ്രമം കൊണ്ട്, പരിശീലനം കൊണ്ട്. സുചിരശീലനാവശാദ് വളരെ കാലത്തെ പരിശീലനം കൊണ്ട് അശ്രമം മനസ്സി ചിന്തയാമഹേ, വളരെ എളുപ്പത്തിൽ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും. അശ്രമം മനസ്സി ചിന്തയാമഹേ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായി മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങും. ഒന്നും കൂടി പറയുമ്പോൾ ത്വദാശ്രയാഹ ധ്യാനയോഗനിരതാഹ, ഗുരുവായൂരപ്പ അങ്ങയെ പരിപൂർണമായി ആശ്രയിച്ചവരും ധ്യാനയോഗത്തിൽ വളരെയധികം താല്പര്യമുള്ളവരും ആയ ഞങ്ങൾ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു എന്ന് പറയുമ്പോൾ സ്പഷ്ടമായ അവയവങ്ങളോട് കൂടിയതും, വിസ്ഫുടാവയവം എന്ന് പറയുമ്പോൾ സ്പഷ്ടമായ അവയവങ്ങളോട് കൂടിയതും അതിമനോഹരവും ആയ ത്വദ്വപു, ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തെ സുചിരശീലനാവശാദ് അശ്രമം മനസ്സി ചിന്തയാമഹേ, വളരെ കാലത്തെ പരിശീലനം കൊണ്ട് വളരെ എളുപ്പമായി മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങും. അശ്രമം മനസ്സി ചിന്തയാമഹേ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങും. ധ്യായതാം സകലമൂർത്തിമീദൃശീ ഉന്മിഷൻ മധുരതാഹൃതാത്മനം സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മരൂപമയീ തേവ ഭാസത്തെ. 4-ാം ദശകത്തിൽ 6-ാം ശ്ലോകമാണ് ചൊല്ലിയത്. നാലാം ശ്ലോകത്തിൽ പറഞ്ഞു, അസ്ഫുടേ തേ വപുഷി ധിഷണാം മുഹുധാരയേമ. അതായത് വ്യക്തമല്ലാത്ത ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തിൽ
ബുദ്ധിയെ വീണ്ടും വീണ്ടും ധരിക്കുമാറാകണം. പിന്നെ പരിശീലനം കൊണ്ട് 5-ാം ശ്ലോകത്തിൽ എന്താണ് അവസ്ഥ? വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാൽ അശ്രമം മനസ്സി ചിന്തയാമഹേ എന്നാണ്. അപ്പോൾ പരിശീലനം കൊണ്ട് എവിടെ എത്തുന്നു? ഓരോ അവയവവും, ഗുരുവായൂരപ്പ അങ്ങയുടെ ഓരോ അവയവവും പ്രത്യേകമായി കാണുന്ന സുന്ദര വിഗ്രഹത്തെ വളരെ എളുപ്പത്തിൽ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. പിന്നെ 6-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഈദൃശീം സകളമൂർത്തിം ധ്യായതാം എന്നാണ്. ഇപ്രകാരം വ്യക്തമായി കാണുന്ന ഗുരുവായൂരപ്പൻ്റെ മനോഹര വിഗ്രഹത്തെ ധ്യാനിക്കുന്നവർക്ക് എന്നാണ്. ഈദൃശീം സകളമൂർത്തിം ധ്യായതാം. ഇപ്രകാരം ഗുരുവായൂരപ്പ അങ്ങയുടെ സുന്ദര വിഗ്രഹത്തെ, സകളമൂർത്തി എന്ന് പറയുമ്പോൾ രൂപത്തോടു കൂടിയ ബ്രഹ്മം എന്ന് പറയാം. ഇപ്രകാരം രൂപത്തോടു കൂടിയ അങ്ങയെ ധ്യാനിക്കുന്നവർക്ക് ഉന്മിഷൻ മധുരതാഹൃതാത്മനാം എന്നാണ്. ഗുരുവായൂരപ്പനെ എങ്ങനെ കാണുകയാണ്. അപ്പോൾ അങ്ങയുടെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരുമാണ് അവർ. അങ്ങനെയുള്ളവർക്ക് അപ്പം എന്താണ്? ഉന്മിഷൻ മധുരതാഹൃതാത്മനാം. ഗുരുവായൂരപ്പ അങ്ങയുടെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരുമായവർക്ക് എന്നാണ്. ഓരോരോ അവയവവും പ്രത്യേകം പ്രത്യേകം കാണുകയാണ്. അങ്ങനെ ആ സുന്ദര വിഗ്രഹം കാണുമ്പോൾ അങ്ങയുടെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായവർക്ക് സാന്ദ്രമോദരസരൂപമാന്തരം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപമില്ലാത്ത അവസ്ഥ, അതായത് തുടക്കത്തിൽ പറഞ്ഞ സാന്ദ്രാനന്ദാവബോധാത്മകം, അങ്ങയുടെ ആനന്ദസ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപം എന്നൊക്കെ നാരായണീയൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതായത് പരമാനന്ദം അനുഭവിക്കുക ഉള്ളിൽ, അതായത് സാക്ഷാൽ ബ്രഹ്മം മനസ്സിൽ ശോഭിക്കുന്നു. അപ്പോൾ ധ്യായതാം സകളമൂർത്തിം ഈദൃശീം എന്നൊക്കെ പറയുമ്പോൾ ഈദൃശീം സകളമൂർത്തിം ധ്യായതാം. ഇപ്രകാരം ഗുരുവായൂരപ്പ വ്യക്തമായി കാണുന്ന അങ്ങയുടെ രൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, അങ്ങനെ അങ്ങയുടെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരുമായവർക്ക് എന്ന് പറയാം. വ്യക്തമായി അങ്ങയുടെ രൂപത്തെ കാണുന്നു, ആ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരുമായവർക്ക് സാന്ദ്രമോദരസരൂപമാന്തരം. ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപമില്ലാത്ത അവസ്ഥ, അതായത് തുടക്കത്തിൽ പറഞ്ഞ നാരായണീയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സാന്ദ്രാനന്ദാവബോധാത്മകം, അങ്ങയുടെ ആനന്ദസ്വരൂപം അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപം, അതായത്
പരമാനന്ദം, അതായത് സാക്ഷാൽ ബ്രഹ്മം മനസ്സിൽ ശോഭിക്കുന്നു. ആന്തരം എന്ന് പറയുമ്പോൾ മനസ്സിൽ അനുഭവിക്കാൻ കഴിയുന്നത്. ഭക്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജ്ഞാനത്തിനു വേണ്ടി പ്രത്യേകമായി പരിശ്രമിക്കാതെ തന്നെ ജ്ഞാനത്തിൽ എത്തുന്നു. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരതഃ പരിച്യുത വാരധേ മഹി ച ധാരണാദികം. 4-ാം ദശകത്തിൽ 7-ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. ഈ 7-ാം ശ്ലോകത്തോടു കൂടി യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 യോഗചര്യകളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ 6-ാം ശ്ലോകത്തിൽ പറഞ്ഞു, വ്യക്തമായി പ്രകാശിക്കുന്ന അവയവങ്ങളോട് കൂടി ഗുരുവായൂരപ്പനെ ഭക്തന്മാർ ധ്യാനിക്കുമ്പോൾ ആ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ട മനസ്സോട് കൂടിയ ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാർക്ക് പ്രസന്നവക്ത്രം കമലായതേക്ഷണം എന്നൊക്കെ ആ രൂപത്തെപ്പറ്റി ഭാഗവതം വിശേഷിപ്പിക്കുന്നുണ്ട്. തരം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ വർണ്ണിക്കുന്നത് ഭട്ടതിരിക്ക് ബഹുരസമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയ ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാർക്ക് കാലക്രമത്തിൽ പരിശീലനത്തിൻ്റെ ശക്തി കൊണ്ട് സാന്ദ്രമോദരസരൂപമാന്തരം തേ ബ്രഹ്മരൂപം അവഭാസത്തെ എന്ന ശ്ലോകത്തിൽ പറഞ്ഞു. അതായത് അങ്ങയുടെ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയ അങ്ങയുടെ ഭക്തന്മാർക്ക് കാലക്രമത്തിൽ പരിശീലനത്തിൻ്റെ ശക്തി കൊണ്ട് ആന്തരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന അങ്ങയുടെ ആനന്ദസ്വരൂപം, അതായത് ബ്രഹ്മസ്വരൂപം അവഭാസത്തെ ഭക്തൻ്റെ മനസ്സിൽ ശോഭിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. സവികൽപ്പ സമാധിയെപ്പറ്റിയാണ് പറഞ്ഞത്. സവികൽപ്പ സമാധി ദൃഢമാകുമ്പോൾ നിർവികൽപ്പ സമാധിയിൽ എത്തുന്നു. ഈ 7-ാം ശ്ലോകം നിർവികൽപ്പ സമാധിയെപ്പറ്റിയാണ് പറയുന്നത്. സവികൽപ്പ സമാധിയും നിർവികൽപ്പ സമാധിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇനി 7-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ അയി വിശ്വനായക എന്നാണ്. വളരെ ഗംഭീരമായ സംബോധന.
അയി വിശ്വനായക, പ്രപഞ്ചം സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഗുരുവായൂരപ്പ എന്നാണ്. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം ആശ്രിതാഃ എന്ന് പറയുന്നു ശ്ലോകത്തിൽ. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം ആശ്രിതാഃ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ബ്രഹ്മത്തെ അനുഭവിക്കുക എന്നൊക്കെ. അങ്ങനെ ആ ബ്രഹ്മത്തെ അനുഭവിക്കുകയാകുന്ന ത്വൽസമാധിം, ഗുരുവായൂരപ്പ അങ്ങയിലുള്ള സമാധിയെ ആശ്രയിച്ച ഭക്തന്മാർക്ക് എന്നാണ്. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം ആശ്രിതാഃ. ഗുരുവായൂരപ്പ ബ്രഹ്മത്തെ അനുഭവിക്കുകയാകുന്ന ത്വൽസമാധിം, അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ ആശ്രയിച്ച ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക്. പുനഃ അതപരിച്യുതൗ എന്ന് പറയുന്നു. വീണ്ടും ആ സമാധിയിൽ നിന്ന് ഭ്രംശമുണ്ടാകുമ്പോൾ എന്നാണ്, മനസ്സ് തെറ്റിപ്പോവുക. അപ്പോൾ പുനഃ അതപരിച്യുതൗ, വീണ്ടും ആ സമാധിയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ, ഭ്രംശമുണ്ടാകുമ്പോൾ, ധാരണാധികം ആരഭേമഹി ച എന്നാണ്. അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ ധാരണ മുതലുള്ള കാര്യങ്ങളെ വീണ്ടും ആരംഭിക്കാം എന്നാണ്, അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. ധാരണാധികം ആരഭേമഹി, ധാരണ മുതലുള്ള കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ, അയി വിശ്വനായക, അല്ലയോ ലോകനാഥനായ ഗുരുവായൂരപ്പ, തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം ആശ്രിതാഃ. ആ ബ്രഹ്മത്തെ അനുഭവിക്കുകയാകുന്ന ഗുരുവായൂരപ്പ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ ആശ്രയിച്ച ഭക്തന്മാർക്ക്. അപ്പോൾ തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം ആശ്രിതാഃ. ആ ബ്രഹ്മത്തെ അനുഭവിക്കുകയാകുന്ന ഗുരുവായൂരപ്പ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ ആശ്രയിച്ച ഭക്തന്മാർക്ക് പുനഃ അതപരിച്യുതൗ, വീണ്ടും അതിൽ നിന്നും തെറ്റിപ്പോകുമ്പോൾ, വീണ്ടും മനസ്സ് ചലിക്കുമ്പോൾ, അതാണ് വീണ്ടും അതിൽ നിന്നും ഭ്രംശമുണ്ടാകുമ്പോൾ, ധാരണാധികം ആരഭേമഹി ച, ധാരണ മുതലുള്ള കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാം. ഇനി മണ്ണും മൺകുടവും വേറെയല്ല, അതുപോലെ സത്വഗുണമൂർത്തിയായ ഗുരുവായൂരപ്പനും ബ്രഹ്മവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. സമുദ്രവും തിരമാലയും ഒന്ന് തന്നെയാണ് എന്ന് മുമ്പൊരു ശ്ലോകത്തിൽ പറഞ്ഞത് ഇവിടെ സ്മരിക്കാം. ആരഭേമഹിച്ച ധാരണാധികം, വീണ്ടും ധാരണാദികൾ ചെയ്ത് നിർവികൽപ്പ സമാധിയിൽ എത്തിക്കൊള്ളാം എന്നാണ് ഭക്തന്മാരുടെ അഭിപ്രായം. ഇനി ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്ക് ഇന്ദ്രപദവി വേണ്ട, സ്വർഗസുഖം വേണ്ട,
ഐഹിക സുഖങ്ങൾ വേണ്ടേ വേണ്ട, മോക്ഷസൗഖ്യം പോലും അവർക്ക് വേണ്ട. അങ്ങയുടെ ഭക്തന്മാർക്ക് അങ്ങയുടെ ആ സുന്ദര വിഗ്രഹം തെളിഞ്ഞ് കണ്ട് അതിൽ ലയിച്ച് പരമാനന്ദം അനുഭവിച്ചാൽ മതി. ഭക്തിയുടെ ആനന്ദമാണ് അവർക്കിഷ്ടം. ഗോപിമാർക്ക് സമാധി എന്താണ് എന്നറിയേയില്ല. അവരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനെ പറ്റി നിൽക്കുന്നു, കൃഷ്ണനെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. ഭർത്താവിനെ ഗോപിമാർ മറക്കുന്നു, കുട്ടികളെ അവർ മറക്കുന്നു. കൃഷ്ണനെ മാത്രം മനസ്സിൽ കണ്ട് ഗോപിമാർ എല്ലായ്പ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. അവർക്ക് പഠിപ്പില്ല, വിവരമില്ല, ജ്ഞാനം, വൈരാഗ്യം ഒന്നും അറിയില്ല. ഗുരുവായൂരപ്പനെ മാത്രം മതി ഗോപിമാർക്ക്. മറ്റൊന്നും അവർക്ക് വേണ്ട, മറ്റൊന്നും അറിയാൻ ആഗ്രഹവുമില്ല. ഉദ്ധവർ, മഹാജ്ഞാനിയായ ഉദ്ധവർ, അദ്ദേഹത്തിന് തന്നെപ്പോലൊരു ജ്ഞാനി വേറെയില്ല എന്ന ഒരു അഹങ്കാരമുണ്ടായിരുന്നു. വളരെ വലിയ അഹങ്കാരമുണ്ടായിരുന്നു ഉദ്ധവർക്ക്. പക്ഷേ ഗോപിമാരുടെ മുമ്പിൽ ഉദ്ധവർ തോറ്റുപോയി. ഗോപികാഭ്യോ നമോസ്തു എന്ന് പറഞ്ഞ് മഹാജ്ഞാനിയായ ഉദ്ധവർ ഗോപിമാരെ നമസ്കരിക്കുന്നു. ഇത്തമഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖ കൽപ്പിതോത്സവ മുക്ത ഭക്തകുല മൗലിതാം ഗത സഞ്ചരേമ സുഖനാരദാദിവത്. 4-ാം ദശകത്തിൽ 8-ാം ശ്ലോകമാണ് ചൊല്ലിയത്. ഇനി ഓരോ അവയവവും സ്പഷ്ടമായി പ്രകാശിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് കാലക്രമത്തിൽ ഭക്തൻ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. അതായത് സവികൽപ്പ സമാധി ദൃഢമാകുമ്പോൾ നിർവികൽപ്പ സമാധിയിൽ ഭക്തൻ എത്തിച്ചേരുന്നു. ആ നിർവികൽപ്പ സമാധിയിൽ ഭംഗം വരുമ്പോൾ, ഭ്രംശം വരുമ്പോൾ, അതായത് മനസ്സ് തെറ്റിപ്പോകുമ്പോൾ വീണ്ടും ധാരണാദികൾ ചെയ്ത് നിർവികൽപ്പ സമാധിയിൽ തന്നെ എത്തുന്നതാണ് എന്നൊക്കെ 6-ഉം 7-ഉം ശ്ലോകങ്ങൾ പറഞ്ഞു. ഇനി 8-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ വയം ഇത്തം അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. അത് ഒരുമിച്ച് ചെല്ലേണ്ടതാണ്. അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. ഇങ്ങനെ ഒരുമിച്ച് ചെല്ലുന്നതൊക്കെ, അതുപോലെ നാരായണീയത്തിലത്തെ അക്ഷരങ്ങൾ ഉറപ്പിച്ച് പറയുക. ഭ, ധ, ഢ അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഉറപ്പിച്ച് പറയുക. ഇതുപോലെ
ഒരുമിച്ച് ചെല്ലുക. ഇതൊക്കെ ഹാർട്ടിന് നല്ലതാണ് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. അപ്പോൾ വയം ഇത്തം അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപ്പിതോത്സവാഃ. ഒരുമിച്ച് ചെല്ലാൻ ശ്രമിക്കുക. ഞങ്ങൾ ഇപ്രകാരം പരിശീലനത്തിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ അനുഭവിക്കുന്ന പരമാനന്ദം കൊണ്ട് ഉത്സവം സിദ്ധിച്ചവരായി എന്നാണ് അർത്ഥം. വയം ഇത്തം അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപ്പിതോത്സവാഃ. നമ്മൾ അല്ലെങ്കിൽ ഭക്തന്മാർ ഇപ്രകാരം പരിശീലനത്തിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന അഭ്യസന നിർഭരോല്ലസം എന്നൊക്കെ പറയണു. പരിശീലനത്തിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ അനുഭവിക്കുന്ന പരമമായ നിത്യമായ ആനന്ദം കൊണ്ട് ഉത്സവം സിദ്ധിച്ചവരായി എന്ന് പറയണു. പിന്നെയോ ഉത്സവം സിദ്ധിച്ചവരായിട്ട് മുക്ത ഭക്ത കുല മൗലിതാം ഗതാഹ എന്ന് പറയണു. മുക്ത ഭക്ത കുല മൗലിതാം ഗതാഹ എന്ന് പറയുമ്പോൾ ജീവൻ മുക്തന്മാരായ പരമഭക്തന്മാരുടെ സമൂഹത്തിനുപരി എത്തി എന്നാണ്. മുക്ത ഭക്ത കുല മൗലിതാം ഗത എന്ന് പറയുമ്പോൾ ജീവൻ മുക്തന്മാരായ പരമഭക്തന്മാരുടെ സമൂഹത്തിനുപരി എത്തി അവിടെ ശോഭിച്ച് സുഖനാരദാദിവത് സഞ്ചരേമ എന്നാണ്. മഹാത്മാവായ ശുകബ്രഹ്മർഷിയെ പോലെ അല്ലെങ്കിൽ മഹാത്മാവായ നാരദ മഹർഷിയെ പോലെ എല്ലായ്പ്പോഴും ഭക്തിയുടേതായ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുമാറാകണം എന്നാണ്. അപ്പോൾ മുക്ത ഭക്തകുല മൗലിതാം ഗതാഹ ജീവൻ മുക്തന്മാരായ പരമഭക്തന്മാരുടെ സമൂഹത്തിനുപരി എത്തി അവിടെ ശോഭിച്ച് സുഖനാരദാദിവത് സഞ്ചരേമ മഹാത്മായ ശുകബ്രഹ്മർഷിയെ പോലെ അല്ലെങ്കിൽ നാരദ മഹർഷിയെ പോലെ എല്ലായ്പ്പോഴും ഭക്തിയുടേതായ പരമാനന്ദം അനുഭവിച്ച് സഞ്ചരിക്കുമാറാകണം. കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ അതാണല്ലോ നമ്മൾ പറഞ്ഞ ഗുരുവായൂരപ്പനിൽ മനസ്സ് ലയിച്ച് പരമാനന്ദം അനുഭവിക്കുക. ഒരു പ്രാവശ്യം കൂടി പറയാം. വയം ഇത്തം അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപ്പിതോത്സവാഃ. നമ്മൾ അല്ലെങ്കിൽ ഭക്തന്മാർ ഇപ്രകാരം പരിശീലനത്തിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ അനുഭവിക്കുന്ന ഒരിക്കലും നശിക്കാത്ത പരമാനന്ദം കൊണ്ട് ഉത്സവം സിദ്ധിച്ചവരായി മുക്തഭക്തകുലമൗലിതാം ഗതാഹ ജീവൻ മുക്തന്മാരായ പരമഭക്തന്മാരുടെ സമൂഹത്തിനുപരി എത്തി അവിടെ ശോഭിച്ച് ശുകനാരദാദിവത് സഞ്ചരേമ മഹാത്മാക്കളായ ശുകബ്രഹ്മർഷിയെപ്പോലെ അല്ലെങ്കിൽ നാരദ മഹർഷിയെപ്പോലെ എല്ലായ്പ്പോഴും ഭക്തിയുടേതായ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുമാറാകണം. ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഉത്സവം സിദ്ധിച്ചവരായി എന്ന് പറഞ്ഞു. ഉത്സവം എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ
ഉത്സാഹത്തിൻ്റെ കാര്യമാണ്. അതാണ് അവിടെ ഉത്സവം സിദ്ധിച്ചവരായി എന്നൊക്കെ പറഞ്ഞത്. കൽപ്പിതോത്സവാഹ എന്നൊക്കെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ആ ഉത്സവ വാക്കിന് അവിടെ അതാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. നല്ല ഉത്സാഹം, പരമമായിട്ടുള്ള സന്തോഷം എന്നൊക്കെയാണ്. അപ്പോൾ മുക്തഭക്തകുലമൗലിതാം ഗത സഞ്ചരേമ ശുക നാരദാദിവത്. ജീവൻ മുക്തന്മാരായ പരമഭക്തന്മാരുടെ സമൂഹത്തിനുപരി എത്തി അവിടെ നന്നായി ശോഭിച്ച് ശുക നാരദാദിവത് സഞ്ചരേമ. മഹാത്മാക്കളായ ശുകബ്രഹ്മർഷിയെപ്പോലെ, നാരദ മഹർഷിയെപ്പോലെ എല്ലായ്പ്പോഴും ഭക്തിയുടേതായ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുമാറാകണം. ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഏറ്റവും അത്ഭുതമായ ഉയർന്ന നിലയിലെത്താൻ സന്യസിക്കേണ്ട കാര്യമില്ല. ഗൃഹസ്ഥാശ്രമികളായ നമ്മൾക്കും നിരന്തരമായ പരിശീലനം കൊണ്ട് ഈ അവസ്ഥയിൽ എത്താൻ സാധിക്കും. ഗോപിമാരെ പോലെ ഈ ഉയർന്ന അവസ്ഥയിലെത്താൻ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കും. ശ്രേഷ്ഠമായ നമ്മുടെ മനുഷ്യജന്മം അതിനുവേണ്ടി മാത്രം ഉള്ളതാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് മാത്രമുള്ളതാണ് നമ്മുടെ മനുഷ്യജന്മം. അത് മറന്ന് നാം ഈ ഐഹിക ദുഃഖ സമുദ്രത്തിൽ നീന്തി കര കാണാതെ ഉഴലുന്നു. ഗൃഹസ്ഥാശ്രമം ഒട്ടും മോശമല്ല, പുണ്യമായ ആശ്രമമാണ്. ഗൃഹജോലികൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം മാറ്റി എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്, ശക്തി കൊണ്ടാണ് എന്ന ഓർമ്മ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരമുണ്ടാവില്ല. മനസ്സിനെ പരിശീലിപ്പിക്കണം. നാം ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര പൂജയായി സങ്കല്പിക്കണം. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ ആ ചൈതന്യം എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്ന ഓർമ്മ നിരന്തരം ഉണ്ടാകണം. നിരന്തരമായ ഈശ്വര ചിന്ത സ്വധർമ്മമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാവാൻ പരിശീലനം, മനസ്സിൻ്റെ പരിശീലനം തീർച്ചയായും സഹായിക്കും. മനസ്സിൻ്റെ പരിശീലനം വളരെ അത്യാവശ്യമാണ്. അല്പം ആലോചിച്ചാൽ നമുക്ക് ഈ സത്യം മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തീരെ ആലോചിക്കാതെ ഐഹിക സുഖങ്ങളിൽ, നശിക്കുന്ന ഐഹിക സുഖങ്ങളിൽ ഭ്രമിച്ച് ശ്രേഷ്ഠമായ, നമുക്ക് കിട്ടിയിട്ടുള്ള ശ്രേഷ്ഠമായ മനുഷ്യജന്മം ജീവിച്ചു തീർക്കുന്നു. നമ്മുടെ ഈ ശരീരം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. ട്രൂത്ത് can be realized only in and through human body. അപ്പോൾ മനുഷ്യ ശരീരം വളരെ പ്രാധാന്യമുള്ളതാണ്. മനുഷ്യജന്മം വളരെ പ്രാധാന്യം
അർഹിക്കുന്നു. ഇത്രയും ശ്രേഷ്ഠമായ ജന്മം നമുക്ക് ലഭിച്ചിട്ട് നാം അതിനെ പാഴാക്കി കളയരുത്. നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യമില്ലെങ്കിൽ കൈകാലുകൾ അനക്കാൻ പറ്റില്ല. ശരീരം വെറും ജഡം. അത് പട്ടിയുടെയോ അഗ്നിയുടെയോ ഒക്കെ സ്വത്തായി മാറും. അപ്പോൾ പറഞ്ഞു വന്നത്, ഗൃഹസ്ഥാശ്രമം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. അതായത് മനുഷ്യജന്മം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. എല്ലാ ആശ്രമങ്ങളും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കണം. ഈശ്വരാർപ്പണമായി ഈശ്വര പൂജയായി കർമ്മം ചെയ്യുമ്പോൾ കർമ്മം വേഗത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. കർമ്മത്തിന് നല്ല സ്പീഡുണ്ടാകുന്നു. അതാണ് ഈശ്വരാർപ്പണമായി ഈശ്വര പൂജയായി സങ്കല്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന് വേഗത കൂടും. അതായത് കർമ്മത്തിന് നല്ല സ്പീഡുണ്ടാവും. പിന്നെ ക്ഷീണം തോന്നില്ല. അങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ ക്ഷീണം തോന്നില്ല. ചെയ്യുന്ന കർമ്മത്തിന് പരിപൂർണത അല്ലെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അഹങ്കാര ശമനം ഈശ്വര സാക്ഷാത്കാരത്തിന് വളരെ ആവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ പരിശീലനം കൊണ്ട് നേടിയെടുക്കാം. ജോലി കഴിഞ്ഞ് നാമം ചെല്ലാനൊക്കെ എവിടെ സമയം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇന്നത്തെ MBA ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ഗുരുവായൂരപ്പൻ പണ്ടേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധയോടെ ഈശ്വര സ്മരണയോടെ സാവകാശം കർമ്മം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. ഈശ്വര സാക്ഷാത്കാരത്തിനായി സന്യസിക്കേണ്ട ആവശ്യമേയില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ധ്യാനത്തിലൂടെ ഭക്തിയിലൂടെ നമുക്ക് ഈ ജന്മലക്ഷ്യം നേടാൻ സാധിക്കും. മനസ്സിൻ്റെ പരിശീലനം വളരെ പ്രധാനമാണ്. ജനക മഹാരാജാവ് കാവി ഉടുക്കാതെ രാജകീയമായ വേഷത്തിൽ തിരക്ക് പിടിച്ച രാജ്യഭരണം ചെയ്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അവസാന പടിയിലെത്തി തികഞ്ഞ കർമ്മയോഗിയായി ജീവിച്ചു. മഹാത്മാവായ ശുകബ്രഹ്മർഷി പോലും തൻ്റെ സംശയനിവൃത്തിക്കായി ജനക മഹാരാജാവിനെ പ്രാപിക്കാറുണ്ടത്രേ. കാവി പുറത്തല്ല വേണ്ടത്, മനസ്സിനെയാണ് കാവി പുതപ്പിക്കേണ്ടത്. എട്ട് യോഗചര്യകളിൽ ഒന്നായ ധാരണ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധരിക്കുക. ഇനി 9-ാം ശ്ലോകം. ത്വൽസമാധി വിജയേതു യഃ പുനഃ മങ്ക്ഷു മോക്ഷരസികക്രമേണ വാ
യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈ. ഹേ അജ, അല്ലയോ ജനന മരണങ്ങൾക്ക് അതീതനായ ഗുരുവായൂരപ്പ, ത്വൽസമാധി വിജയേതു യഃ പുനഃ എന്ന് പറയണു ശ്ലോകത്തിൽ. ത്വൽസമാധി വിജയേതു യഃ പുനഃ. ഗുരുവായൂരപ്പ, അവിടുത്തെ രൂപത്തിലുള്ള സമാധി ഉറച്ചു കഴിഞ്ഞിട്ടാകട്ടെ യാതൊരു ആൾ എന്നാണ്, യാതൊരു ഭക്തൻ. ത്വൽസമാധി വിജയേതു യഃ പുനഃ. ഗുരുവായൂരപ്പ, അവിടുത്തെ രൂപത്തിലുള്ള സമാധി ഉറച്ച് കഴിഞ്ഞിട്ടാകട്ടെ യാതൊരു അങ്ങയുടെ ഭക്തൻ. മങ്ക്ഷു ക്രമേണ വാ എന്ന് പറയുന്നു. മങ്ക്ഷു ക്രമേണ വാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെയോ അല്ലെങ്കിൽ ഉടനെ തന്നെയോ അല്ലെങ്കിൽ ദിവ്യങ്ങളായ ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടോ എന്നാണ്. അപ്പോൾ മങ്ക്ഷു ക്രമേണവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെയോ അല്ലെങ്കിൽ ദിവ്യങ്ങളായ ലോകങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ത്വൽസമാധി വിജയേതു യഃ പുനഃ. ത്വൽസമാധി വിജയേതു യഃ പുനഃ. ഗുരുവായൂരപ്പ, അവിടുത്തെ രൂപത്തിലുള്ള സമാധി ഉറച്ച് കഴിഞ്ഞിട്ടാകട്ടെ യാതൊരു അങ്ങയുടെ ഭക്തൻ. മങ്ക്ഷു ക്രമേണവ എന്ന് പറയുമ്പോൾ അങ്ങയിലുള്ള സമാധി ഉറച്ചു കഴിഞ്ഞ അതിന് ശേഷമാകട്ടെ അങ്ങയുടെ ഭക്തൻ എന്നൊക്കെയാണ് പറയണത്. മങ്ക്ഷു ക്രമേണവ, പെട്ടെന്ന് തന്നെയോ അല്ലെങ്കിൽ ദിവ്യങ്ങളായ ലോകങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടോ. മോക്ഷരസിക, മോക്ഷത്തിൽ താൽപ്പര്യമുള്ളവനായിത്തീരുന്നു. അതായത് പെട്ടെന്ന് തന്നെയോ അതോ ക്രമത്തിലോ അങ്ങയുടെ ഭക്തൻ മോക്ഷത്തിൽ താൽപ്പര്യമുള്ളവനായിത്തീരുന്നു എന്നാണ്. മോക്ഷരസിക എന്ന് പറയുമ്പോൾ മോക്ഷത്തിൽ താൽപ്പര്യമുള്ളവനായിത്തീരുന്നു. അവനെന്താ ചെയ്യുക? ആ ഭക്തൻ യോഗവശ്യം അനിലം, യോഗാഭ്യാസം കൊണ്ട് തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ എന്നാണ്. ആ ഭക്തൻ യോഗവശ്യം അനിലം, യോഗാഭ്യാസം കൊണ്ട് തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ ഷഡാശ്രയൈഹി ശനൈ സുഷുമ്നയാ ഉന്നയതി എന്ന് പറയുന്ന ശ്ലോകത്തിൽ. ഷഡാശ്രയൈഹി ശനൈ സുഷുമ്നയാ ഉന്നയതി എന്ന് പറയുമ്പോൾ തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ 6 സ്ഥാനങ്ങളിലൂടെ വളരെ സാവധാനത്തിൽ സുഷുമ്ന നാഡി വഴി ഉൽക്രമിപ്പിക്കുന്നു. അപ്പോൾ ആ ഭക്തൻ യോഗവശ്യം അനിലം, യോഗാഭ്യാസം കൊണ്ട് തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ ഷഡാശ്രയൈഹി ശനൈ സുഷുമ്നയാ
ഉന്നയതി. 6 സ്ഥാനങ്ങളിലൂടെ വളരെ സാവധാനത്തിൽ എന്ന് പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് ശനൈ. വളരെ സാവധാനത്തിൽ സുഷുമ്ന നാഡി വഴി, വളരെ സാവധാനത്തിൽ മേൽപോട്ട് ഉൽക്രമിപ്പിക്കുന്നു, അല്ലെങ്കിൽ മേൽപോട്ട് ഉയർത്തുന്നു എന്ന് പറയാം. ഒരു പ്രാവശ്യം കൂടി പറയാം. ത്വൽസമാധി വിജയേതു യഃ പുനഃ. ഹേ അജ, അല്ലയോ ജനന മരണങ്ങൾക്ക് അതീതനായ ഗുരുവായൂരപ്പ, അവിടുത്തെ രൂപത്തിലുള്ള സമാധി ഉറച്ച് കഴിഞ്ഞിട്ടാകട്ടെ യാതൊരു അങ്ങയുടെ ഭക്തൻ. ത്വൽസമാധി വിജയേതു യഃ പുനഃ. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ രൂപത്തിലുള്ള സമാധി ഉറച്ചു കഴിഞ്ഞിട്ടാകട്ടെ യാതൊരു അങ്ങയുടെ ഭക്തൻ മങ്ക്ഷു ക്രമേണവ, പെട്ടെന്ന് തന്നെയോ അല്ലെങ്കിൽ ദിവ്യങ്ങളായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടോ മോക്ഷരസിക, മോക്ഷത്തിൽ താൽപ്പര്യമുള്ളവനായി തീരുന്നു, മോക്ഷത്തിൽ താൽപ്പര്യമുള്ളവനായി തീരുന്നുവോ ആ ഭക്തൻ എന്താ ചെയ്യുക? യോഗവശ്യം അനിലം, യോഗാഭ്യാസം കൊണ്ട് തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ ഷഡാശ്രയൈഹി, 6 സ്ഥാനങ്ങളിലൂടെ, ശരീരത്തിലുള്ള 6 സ്ഥാനങ്ങളിലൂടെ ശനൈ സുഷുമ്നയ ഉന്നയതി, വളരെ സാവധാനത്തിൽ സുഷുമ്ന നാഡി വഴി മേൽപോട്ട് ഉയർത്തുന്നു. ഇത്രയും മനസ്സിൻ്റെ പരിശീലനമൊക്കെ ചെയ്ത് ധ്യാനമൊക്കെ ചെയ്ത ഭക്തന്, ഭക്തന്മാരെന്ന് പറയാം, അവർക്കുണ്ടാകുന്ന സിദ്ധികളെ പറ്റിയാണ് ഈ 2 ശ്ലോകങ്ങൾ പറയണത്. അവർക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നു. എന്താണ്? തൻ്റെ സ്വാധീനത്തിൽ ആയ പ്രാണവായുവിനെ ഷഡാശ്രയൈഹി, 6 സ്ഥാനങ്ങളിലൂടെ ശനൈ സുഷുമ്നയ ഉന്നയതി, 6 സ്ഥാനങ്ങളിലൂടെ വളരെ സാവധാനത്തിൽ സുഷുമ്ന നാഡി വഴി മേൽപോട്ട് ഉയർത്തുന്നു. 6 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മൂലാധാരം നാഭി, നാഭിയുടെ കീഴ്ഭാഗം മണിപുരം, പിന്നെ ഹൃദയം, ഉരസ്, ഭ്രൂമധ്യം, ഇവയാണ് 6 സ്ഥാനങ്ങൾ. ഈ 6 സ്ഥാനങ്ങളിലൂടെയാണ് യോഗാഭ്യാസം കൊണ്ട് തൻ്റെ സ്വാധീനത്തിലായ പ്രാണവായുവിനെ ശനൈ സുഷുമ്നയ ഉന്നയതി, വളരെ സാവധാനത്തിൽ സുഷുമ്ന നാഡി വഴി മേൽപോട്ട് ഉയർത്തുന്നു. ലിംഗദേഹമപി സന്ധ്യജന്നഥോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതു മൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയത്തെ. 4-ാം ദശകം 10-ാം ശ്ലോകം ആണ് ചൊല്ലിയത്. വിസ്തരിക്കുമ്പോൾ അഥ നിരാഗ്രഹ, അതിനുശേഷം ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഭക്തൻ ആണ്. അഥ നിരാഗ്രഹ, ആഗ്രഹങ്ങളില്ലാത്ത ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തൻ. ലിംഗദേഹമപി സന്ധ്യജൻ,
ലിംഗദേഹമപി സന്ത്യജൻ പരേ ത്വയി ലീയത്തെ എന്ന് പറയുന്നു. സൂക്ഷ്മ ശരീരത്തെ പോലും ഉപേക്ഷിച്ച് ഗുരുവായൂരപ്പ അങ്ങയിൽ പെട്ടെന്ന് ലയിക്കുന്നു. അപ്പോൾ അഥ നിരാഗ്രഹ ലിംഗദേഹമപി സന്ത്യജൻ പരേ ത്വയി ലീയത്തെ ആണ്. അതിനുശേഷം ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അങ്ങയുടെ ഭക്തൻ സൂക്ഷ്മ ശരീരത്തെ പോലും വെടിഞ്ഞ് പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിക്കുന്നു. പരേ ത്വയി ലീയത്തെ എന്ന് പറയുമ്പോൾ പിന്നെ പറയുന്നു ഊർധ്വലോക കുതുകീതു ആണ്. മുകളിലുള്ള മറ്റ് ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ആണ്. ഊർധ്വലോക കുതുകീതു എന്ന് പറയുമ്പോൾ മറ്റ് ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ. ആ ഭക്തൻ എന്ത് ചെയ്യുന്നു? കരണൈസാർത്ഥം ഏവ എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായത്. കരണൈസാർത്ഥം സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ മൂർധത നിരീയത്തെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന പ്രധാന സുഷിരത്തിലൂടെ പുറത്തേക്ക് നിർഗമിക്കുന്നു. അപ്പോൾ ഊർധ്വലോക കുതുകീതു മറ്റ് ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തനാകട്ടെ കരണൈസാർത്ഥം ഏവ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായത്. അതോടുകൂടി തന്നെ മൂർധത നിരീയത്തെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന പ്രധാന സുഷിരത്തിലൂടെ പുറത്തേക്ക് നിർഗമിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. അഥ നിരാഗ്രഹ അതിനുശേഷം ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഭക്തൻ ലിംഗദേഹമപി സന്ത്യജൻ പരേ ത്വയി ലീയത്തെ സൂക്ഷ്മ ശരീരത്തെ പോലും വെടിഞ്ഞ് ഗുരുവായൂരപ്പ പരബ്രഹ്മസ്വരൂപിയായ അവിടുന്നിൽ ലയിക്കുന്നു. ഊർധ്വലോക കുതുകീതു മറ്റ് ലോകങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഭക്തൻ കരണൈസാർത്ഥം ഏവ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ മൂർധത നിരീയത്തെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന പ്രധാന സുഷിരത്തിലൂടെ പുറത്തേക്ക് നിർഗമിക്കുന്നു. അപ്പോൾ ഊർധ്വലോക കുതുകീതു കരണൈസാർത്ഥം ഏവ മൂർധത നിരീയത്തെ മറ്റ് ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഭക്തൻ കരണൈസാർത്ഥമേവ മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായവയോട് കൂടി തന്നെ മൂർധത നിരീയത്തെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന സുഷിരത്തിലൂടെ ബ്രഹ്മരന്ധ്രം എന്ന പ്രധാന സുഷിരത്തിലൂടെ പുറത്തേക്ക് നിർഗമിക്കുന്നു. സമാധി ഉറച്ചവർക്ക് യഥേഷ്ടം പ്രാണനെ ശരീരത്തിൽ നിന്ന്
ഉത്ക്രമിപ്പിക്കാൻ സാധിക്കുന്നു. ധ്യാനത്തിലൂടെയൊക്കെ നേടുന്ന സിദ്ധികളാണ് പറയണത്. ഉടനെ മോക്ഷം ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മ ശരീരമായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം എന്നിവയെ അപ്പോൾ തന്നെ വെടിഞ്ഞ് ബ്രഹ്മത്തിൽ, അതായത് ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിക്കുന്നു. മറ്റ് ലോകങ്ങളിൽ പോയി സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മ ശരീരത്തോട് കൂടി തന്നെ ബ്രഹ്മരന്ധ്രം വഴി നിർഗമിച്ച് രശ്മി മാർഗമായി ലോകങ്ങളിൽ എത്തിച്ചേരുന്നു. ഗുരുവായൂരപ്പ, അങ്ങയുടെ സമാധിയെ പ്രാപിച്ച ഭക്തന് പല വിധത്തിലുള്ള സിദ്ധികൾ ലഭിക്കുന്നു. എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് മോക്ഷം ലഭിക്കണമെങ്കിൽ അങ്ങനെ, അല്ല ദിവ്യലോകങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ, മോക്ഷം വേണമെങ്കിൽ അങ്ങനെ. അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടം. ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്രകാരം ചെയ്യാനുള്ള സിദ്ധി, ശക്തി ഒക്കെ ഭക്തന് ഉണ്ടാകുന്നു. പ്രാണനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി ഉടനെ തന്നെയോ ക്രമത്തിലോ അല്ലെങ്കിൽ ദിവ്യലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും ഭക്തൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഭക്തന് കഴിയുന്നു. പ്രാണായാമം പരിശീലിച്ച ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തൻ്റെ നിയന്ത്രണത്തിലായ പ്രാണവായുവിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ശരീരത്തിലെ 6 സ്ഥാനങ്ങളിലൂടെ സുഷുമ്ന നാഡി വഴി വളരെ സാവധാനത്തിൽ മേലോട്ട് ഉയർത്താൻ ഭക്തന് കഴിയുന്നു. സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തന് അസാധ്യമായിട്ട് എന്താണ് ഉള്ളത്? 10ാം ശ്ലോകത്തിൽ നിരാഗ്രഹ എന്ന് പറഞ്ഞു. അതായത് ആഗ്രഹമില്ലാത്തവൻ, ആ ഭക്തൻ ലിംഗദേഹമപി സന്ധ്യജൻ എന്ന് പറയണു. സൂക്ഷ്മ ശരീരത്തെ പോലും ഉപേക്ഷിച്ച് പെട്ടെന്ന് ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിക്കുന്നു. പരേ ത്വയി ലീയത്തെ എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അതായത് പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിക്കുന്നു. മറ്റ് ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഭക്തൻ മൂർധാവിലുള്ള ഒരു പ്രധാന സുഷിരമായ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോട് കൂടി നിർഗമിക്കുന്നു. കരണൈസാർത്ഥം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. 9ാം ശ്ലോകത്തിൽ ഭക്തൻ 2 തരത്തിലുള്ള മുക്തി നേടുന്ന കാര്യം പറഞ്ഞു. സദ്യോമുക്തി, ക്രമമുക്തി വേറെ വേറെ പറഞ്ഞ് 10ാം ശ്ലോകത്തിൽ സദ്യോമുക്തി, ക്രമമുക്തി രണ്ടും വേറെ വേറെ പറഞ്ഞ്
ഗുരുവായൂരപ്പ, അങ്ങയുടെ മാഹാത്മ്യത്തെപ്പറ്റി വിവരിച്ച് പറഞ്ഞു. അങ്ങയുടെ മാഹാത്മ്യം മേൽപ്പത്തൂരിന് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ഇനി 11ഉം 12ഉം ശ്ലോകങ്ങൾ ക്രമമുക്തിയെപ്പറ്റി പറയുന്നു. 11ാം ശ്ലോകം അഗ്നിവാസരവളർക്ഷപക്ഷഗൈ ഉത്തരായണജുഷാ ച ദൈവതൈ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. 12ാം ശ്ലോകം ആസ്ഥിതോऽഥ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവതുപാശ്രയസ്തദാ വേധസപദമതഃ പുരൈവ വാ. 11ഉം 12ഉം ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഈ ശ്ലോകങ്ങൾ ക്രമമുക്തിയെപ്പറ്റി പറയുന്നു. മുകളിലത്തെ ലോകങ്ങളിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഭവൽപര എന്ന ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങയിൽ താൽപ്പര്യമുള്ള അങ്ങയുടെ ഭക്തൻ അഗ്നിവാസരവളർക്ഷപക്ഷകൈരുത്തരായണജുഷാ ച ദൈവതൈ എന്നൊക്കെ പറയണു. അഗ്നി, പകൽ, ശുക്ലപക്ഷം എന്നിവയുടെ അധിഷ്ഠാതാക്കളും പിന്നെ ഉത്തരായണജുഷ എന്നൊക്കെ പറയുമ്പോൾ ഉത്തരായണ കാലത്തിൻ്റെ അധിഷ്ഠാന ദേവതയും എന്നാണ്. അപ്പോൾ അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം തുടങ്ങിയവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരാൽ രവിപദം പ്രാപിത എന്ന് പറയുന്നു ശ്ലോകം. അതായത് സൂര്യലോകത്തെ പ്രാപിപ്പിക്കുന്നു. സൂര്യലോകത്തിൽ ഈ ദേവന്മാർ ഭക്തനെ എത്തിക്കുന്നു. പിന്നെ അവിടെ മോദവാൻ എന്ന് പറയണു. അവിടുത്തെ സുഖങ്ങൾ ആ സൂര്യലോകത്തിലത്തെ രവിപദം എന്ന് പറയുമ്പോൾ സൂര്യലോകത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് മോദവാൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം ധ്രുവപദാന്തം ഈയത്തെ എന്നാണ്. ഈ അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയുടെ അധിഷ്ഠാന ദേവതമാരാൽ ആദ്യം സൂര്യലോകത്തിലേക്ക് നയിക്കുന്നു. അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായനം എന്നിവയുടെ ദേവന്മാർ ഭക്തനെ സൂര്യലോകത്തിലേക്ക് ആദ്യം നയിക്കുന്നു. ഭക്തൻ അവിടെ മോദവാൻ അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം ഭക്തനെ ഈ ദേവതമാർ ധ്രുവപദത്തിൽ എത്തിക്കുന്നു. ധ്രുവപദാന്തം ഈയത്തെ എന്ന് പറയുന്നു. ധ്രുവലോകത്തെ പ്രാപിക്കുന്നു ഭക്തൻ. അതിനുശേഷം മഹർലോകത്തിൽ എത്തുന്നു എന്നാണ്. പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ എന്നാണ്. ഇപ്പം 11ാം ശ്ലോകം ധ്രുവപദത്തിൽ ഭക്തൻ എത്തുന്നത് വരെ പറഞ്ഞു. അതിനുശേഷം യഥാ മഹരാലയേ ആസ്ഥിത,
മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശേഷവക്ത്രദഹനോഷ്മണാദ്യത്തെ എന്ന് പറയുന്നു. കൽപ്പാവസാനത്തിൽ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന വിഷജ്വാല ഏറ്റ് പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ്. ശേഷവക്ത്രദഹനോഷ്മണാർദ്ധ്യത്തെ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ യഥാ മഹരാലയെ ആസ്ഥിത എന്നാണ്. എപ്പോഴാണോ ഭക്തൻ മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ ശേഷവക്ത്രദഹനോഷ്മണാർദ്ധ്യത്തെ എന്നാണ്. ആദിശേഷൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന വിഷജ്വാലയേറ്റ് ഭക്തൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ്. കൽപ്പാവസാനത്തിൽ മഹർലോകത്തിൽ ഭക്തൻ സ്ഥിതി ചെയ്യുമ്പോൾ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന വിഷജ്വാലയേറ്റ് ഭക്തൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതപുരായേവ എന്നാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെയോ വേദസപ്പദം ഈയത്തെ എന്നാണ്. ബ്രഹ്മലോകത്തിലേക്ക് ഈ ദേവന്മാരാൽ ഭക്തൻ നയിക്കപ്പെടുന്നു. അതായത് ഭക്തൻ ബ്രഹ്മലോകത്തിൽ എത്തുന്നു എന്നാണ്. അപ്പോൾ ധ്രുവ ലോകത്തിൽ എത്തിയതിന് ശേഷം ഭക്തൻ മഹർലോകത്തിൽ എത്തുന്നു. അതിനുശേഷം ഈ മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ യഥാ മഹരാലയെ ആസ്ഥിത എന്ന് പറയണു. യാതൊരു സമയത്ത് ഭക്തൻ മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ശേഷവക്ത്രദഹനോഷ്മണാർദ്ധ്യത്തെ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന വിഷജ്വാലയേറ്റ് വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു ഭക്തൻ. അപ്പോൾ ആ സമയത്തോ അല്ലെങ്കിൽ അതപുരായേവ അതിനു മുമ്പ് തന്നെയോ ഭക്തൻ വേദസപ്പദം ഈയത്തെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അപ്പോൾ മറ്റ് ലോകങ്ങളിലുള്ള സുഖം അനുഭവിച്ച് കൊണ്ടിരിക്കുമ്പോഴും നിരന്തരമായ ഈശ്വര ചിന്ത കൊണ്ട്, ഈശ്വര സ്മരണ കൊണ്ട് ഭക്തൻ ബ്രഹ്മാനന്ദവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് സൂര്യലോകത്തിലും അവിടെ നിന്ന് ധ്രുവലോകത്തിലും അവിടെ നിന്ന് മഹർലോകത്തിലേക്കും. അപ്പോൾ സുഖം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് സൂര്യലോകത്തിലേക്കും അവിടെ നിന്ന് ധ്രുവലോകത്തിലേക്കും അവിടെ നിന്ന് മഹർലോകത്തിലേക്കും ഭക്തൻ യാത്ര ചെയ്യുന്നത്. ഭക്തൻ മാറി മാറി ലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ലോകങ്ങളിലെ സുഖം അനുഭവിക്കുമ്പോഴും ഭഗവാനെ ധ്യാനിച്ച്, ഗുരുവായൂരപ്പ അങ്ങയെ ധ്യാനിച്ച് ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇനി 3 ലോകങ്ങൾ എന്ന് പറയുന്നു. ഈരേഴ് 14 ലോകങ്ങൾ എന്നും പറയുന്നു. ലോകങ്ങൾ എത്രയാണെന്ന് ശരിക്ക് തിട്ടപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത്രയധികം ലോകങ്ങൾ ഉണ്ട്. ഏതായാലും എല്ലാ ലോകങ്ങളും ഉണ്ണികൃഷ്ണൻ്റെ കുഞ്ഞിവായിൽ അമ്മ കണ്ടു. മാർക്കണ്ഡേയ മഹർഷി ആലിലക്കണ്ണൻ്റെ കുഞ്ഞിവയറിൽ എല്ലാ ലോകങ്ങളും കണ്ടു. ഇത്രയധികം ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുരുവായൂരപ്പ, ഉണ്ണികൃഷ്ണ, അവിടുത്തെ
വയർ കുഞ്ഞി വയർ തന്നെയാണെന്ന് മാർക്കണ്ഡേയ മഹർഷി കണ്ടു. അപ്പോൾ സദ്യോമുക്തിയെപ്പറ്റി ക്രമമുക്തിയെപ്പറ്റി ഒക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. ഗുരുവായൂരപ്പ, അവിടുത്തെ ഭക്തൻ സൂര്യലോകത്തിലേക്കും അവിടെ നിന്ന് ധ്രുവലോകത്തിലേക്കും അവിടെ നിന്ന് മഹർലോകത്തിലേക്കും അഗ്നി പകൽ, ശുക്ലപക്ഷം, ഉത്തരായണകാലം എന്നിവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരാൽ നയിക്കപ്പെടുന്നു. മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ കൽപ്പാവസാനത്തിൽ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന വിഷജ്വാലയുടെ ചൂടിനാൽ അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. 11-12 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഇത്. ഇനി 13-ാം ശ്ലോകം. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാപി മുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തത്ര വാ അഥ തവ പദേ വസൻ എന്ന് പറയുന്നു. തത്ര വാ അഥ തവ പദേ വസൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ വിഷ്ണുലോകത്തിലോ ഭക്തൻ സ്ഥിതി ചെയ്യുമ്പോൾ. അഥ തത്ര വാ തവ പദേ അഥവാ വസൻ. തത്ര വാ അഥവാ തവ പദേ വസൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ, ബ്രഹ്മലോകത്തിലോ അവിടെ തന്നെയോ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ തവ പദം എന്ന് പറയുമ്പോൾ വിഷ്ണു ലോകം, ഗുരുവായൂരപ്പ അങ്ങയുടെ ലോകം. അപ്പോൾ തത്ര വാ അഥവാ തവ പദേ വസൻ, ഗുരുവായൂരപ്പ അവിടെ തന്നെയോ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിലോ ഭക്തൻ സ്ഥിതി ചെയ്യുമ്പോൾ പ്രാകൃതപ്രളയ ഏതി മുക്തതാം എന്ന് പറയുന്നു. മഹാപ്രളയം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു. പ്രാകൃതപ്രളയ ഏതി മുക്തതാം, മഹാപ്രളയം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു. പുരാ അപി സ്വേച്ഛയാ, അതിനു മുമ്പും തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓജസ ജഗദണ്ഡം സംവിഭിദ്യമുച്യതേ ഖലു എന്ന് പറയണു. അതിനു മുമ്പും ഭക്തൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ശക്തി കൊണ്ട്, ഓജസ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ശക്തി കൊണ്ട് ജഗദണ്ഡം സംവിഭിദ്യ, ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മുച്യതേ, മോക്ഷം പ്രാപിക്കുന്നു. അതായത് സ്വന്തം ശക്തി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് ഭക്തൻ മോക്ഷം പ്രാപിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. തത്ര വാ അഥവാ തവ പദേ വസൻ, ഗുരുവായൂരപ്പ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ തവ പദേ എന്ന് പറയുമ്പോൾ വിഷ്ണു ലോകത്തിലോ ഭക്തൻ സ്ഥിതി ചെയ്യുമ്പോൾ പ്രാകൃതപ്രളയ ഏതി മുക്തതാം, മഹാപ്രളയം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു.
പ്രാകൃത പ്രളയേതി മുക്തത എന്നൊക്കെ പറയുമ്പോൾ മഹാപ്രളയം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു. പുരാ അപി വേണമെങ്കിൽ അതിനു മുമ്പും സ്വേച്ഛയ സ്വന്തം ശക്തി കൊണ്ട് ഓജസ എന്നൊക്കെ പറയണു. സ്വേച്ഛയ ഓജസ സ്വന്തം ശക്തി കൊണ്ട് യോഗബലം കൊണ്ട് അതിനു മുമ്പും തൻ്റെ ഇഷ്ടമനുസരിച്ച് ജഗദണ്ഡം സംവിഭിദ്യ മുച്യത്തെ ഖലു ബ്രഹ്മാണ്ടത്തെ പിളർന്ന് ഭക്തൻ മോക്ഷം പ്രാപിക്കുന്നു. തസ്യ ചക്ഷിതിപയോ മഹോനിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. 14-ാം ശ്ലോകമാണ് ചൊല്ലിയത്. ഹേ വിഭോ, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. തസ്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ, ക്ഷിതിപയോ മഹോനിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി എന്നൊക്കെ പറയുമ്പോൾ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ 7 ആവരണങ്ങൾ ആണ്. ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതിപയോ മഹോനിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി എന്ന് പറയുമ്പോൾ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ 7 ആവരണങ്ങളെ ആണ്. അപ്പോൾ ഹേ വിഭോ, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. തസ്യ ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതിപയോ മഹോനിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി എന്ന് പറയുമ്പോൾ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ ആവരണങ്ങളെ എന്നാണ്. തത്തദാത്മകതയാ വിശൻ എന്ന് പറയണു. ഈ 7 കാര്യങ്ങൾ പറഞ്ഞത് തത്തദാത്മകതയാ വിശൻ, ഈ ആവരണങ്ങളെ അതത് രൂപത്തോടു കൂടി പ്രവേശിക്കുന്നവനായി എന്നാണ്. ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ 7 ആവരണങ്ങളെ തത്തദാത്മകതയാ വിശൻ എന്നാണ്. അതത് രൂപത്തോടു കൂടി പ്രവേശിക്കുന്നവനായി. പിന്നെ പറയണു സുഖി, ആനന്ദം എല്ലായ്പ്പോഴും ഭക്തൻ അനുഭവിക്കുന്നു. പരമാനന്ദം, ബ്രഹ്മാനന്ദം അനുഭവിക്കുകയാണ്. ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ട് തന്നെ ആണ് സുഖി എന്ന് പറയുമ്പോൾ. ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ട് തന്നെ അനാവൃതം തേ പദം യാതി. ഗുരുവായൂരപ്പ, അനാവൃതം ആവരണമില്ലാത്ത തേ പദം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനോട് തന്നെ, അതായത് ബ്രഹ്മത്തോട് ഐക്യം പ്രാപിക്കുന്നു എന്നാണ്. അനാവൃതം തേ പദം യാതി എന്ന് പറയുമ്പോൾ ആവരണമില്ലാത്ത ഗുരുവായൂരപ്പ അങ്ങയുടെ പാദത്തെ പ്രാപിക്കുന്നു, അതായത് ബ്രഹ്മത്തോട് ഐക്യം പ്രാപിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. ഹേ വിഭോ, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. തസ്യ, അതായത് തസ്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ
ക്ഷിതിപയോ മഹോ നിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി ഭൂമി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ 7 ആവരണങ്ങളെ ക്ഷിതിപയോ മഹോ നിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി ഭൂമി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി അല്ലെങ്കിൽ മായ എന്നീ 7 ആവരണങ്ങളെ തത്തദാത്മകതയാ വിശൻ അതത് രൂപത്തോടു കൂടി പ്രവേശിക്കുന്നവനായി. തത്തദാത്മകതയാ വിശൻ എന്ന് പറയുമ്പോൾ അതാത് രൂപത്തോടു കൂടി പ്രവേശിക്കുന്നവനായി. സുഖി പരമാനന്ദം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ ഭക്തൻ അനാവൃതം തേ പദം യാതി, ആവരണമില്ലാത്ത ഗുരുവായൂരപ്പ അങ്ങയുടെ പാദത്തെ പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മത്തോട് ഐക്യം പ്രാപിക്കുന്നു. അർച്ചിരാതിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗത്പതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. 4-ാം ദശകം അവസാന ശ്ലോകം, അതായത് 15-ാം ശ്ലോകമാണ് ചൊല്ലിയത്. വിസ്തരിക്കുമ്പോൾ ജഗത്പതേ അല്ലയോ ലോകനാഥനായ ഗുരുവായൂരപ്പ, ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ എന്ന് പറയണു. ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ. അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ. അപ്പോൾ ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ എന്ന് പറയുമ്പോൾ ഇപ്രകാരം അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ വിച്യുതിം ന ഭജത്തെ, അവൻ പുനരാവർത്തിയെ അനുഭവിക്കുന്നില്ല. അവന് പുനരാവർത്തിയില്ല. അതാണ് വിച്യുതിം ന ഭജത്തെ. അവൻ പുനരാവർത്തിയെ അനുഭവിക്കുന്നില്ല. അപ്പോൾ ജഗത്പതേ അല്ലയോ ലോകനാഥനായ ഗുരുവായൂരപ്പ, ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ വിച്യുതിം ന ഭജത്തെ. ഇപ്രകാരം അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ വിച്യുതിം ന ഭജത്തെ, പുനരാവർത്തിയെ അനുഭവിക്കുന്നില്ല. സച്ചിദാത്മക അനിലേശ അല്ലയോ സച്ചിദാനന്ദ സ്വരൂപിയായ ഗുരുവായൂരപ്പ, ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി, അവിടുത്തെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന എന്നെ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടി പറയാം. ജഗത്പതേ അല്ലയോ ലോകനാഥനായ ഗുരുവായൂരപ്പ, ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ, ഇപ്രകാരം അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ വിച്യുതിം ന ഭജത്തെ, പുനരാവർത്തിയെ അനുഭവിക്കുന്നില്ല. ജഗത്പതേ ഈദൃശീം അർച്ചിരാതിഗതിം വ്രജൻ വിച്യുതിം ന ഭജത്തെ, ഇപ്രകാരം അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള
ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ പുനരാവർത്തിയെ അനുഭവിക്കുന്നില്ല. സച്ചിദാത്മക അനിലേശ ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി. അല്ലയോ സച്ചിദാനന്ദ സ്വരൂപിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന എന്നെ രക്ഷിക്കണേ. 8 വിധത്തിലുള്ള യോഗചര്യകളൊക്കെ ചെയ്ത് 8 വിധത്തിലുള്ള യോഗചര്യകളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ അനുഷ്ഠിച്ച ഭക്തൻ്റെ സിദ്ധികളുടെ ശക്തിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ മുക്തിക്ക് കാരണമായ യോഗാഭ്യാസ സഹിതമായ ഭക്തിയെപ്പറ്റിയും 4-ാം ദശകം വിവരിക്കുന്നു.